ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഉത്തരേന്ത്യൻ മിഷനായി ആരംഭിച്ച ഇറ്റാവ മിഷൻ ശരിയായ ഒരു ദൈവശാസ്ത്ര കാഴ്ചപ്പാടിൻ്റെയും സഭാത്മക ദർശനത്തിൻ്റെയും പ്രേക്ഷിത ചൈതന്യത്തിൻ്റെയും ഒരു ഉത്തമ നിദർശനമാണ്. രണ്ടാം വത്തിക്കാൻ സൂനകദോസിന്റെ വെളിച്ചത്തിൽ 1974 കൽക്കത്ത CBCI സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയത്തിന്റെ ഫലമായി ആഗ്ര അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന റൈറ്റ് റെവറൻ ഡോക്ടർ ഡൊമിനിക് അത്തേറ്റ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ ആന്റണി പടിയറയോട് തൻ്റെ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുവാനായി വൈദികരെയും സന്യസ്തരെയും അയക്കാൻ അഭ്യർത്ഥിച്ചു. ആ ക്ഷണം സ്വീകരിച്ച ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് അദ്ദേഹം ആഗ്രയുടെ ഇറ്റാവ, മൈൻപുരി, ഫറൂഖാബാദ് എന്നീ 3 ജില്ലകൾ മിഷൻ പ്രവർത്തനത്തിനായി വിട്ടു നൽകി. അതേ തുടർന്ന് 1975 മെയ് 1 കോക്കാട്ട് ബഹുമാനപ്പെട്ട കുരുവിള അച്ഛനും പൂവത്തിങ്കൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനുമാണ് ഇറ്റാവ മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. സീറോ മലബാർ സഭയ്ക്ക് ഇന്ത്യ മുഴുവനുമുള്ള അജപാലന അവകാശം ലഭിക്കുകയും 2017 ശംഷാബാദ് രൂപത സ്ഥാപിതമാകുകയും ചങ്ങനാശ്ശേരി അതിരൂപത രാജസ്ഥാനിൽ ആരംഭിച്ച മിഷൻ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്തി രാജസ്ഥാനും ഉത്തർപ്രദേശിലെ 16 ജില്ലകളും ഉൾപ്പെടുത്തി ശംഷാബാദ് രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇറ്റാവ രാജസ്ഥാൻ റീജൻ 2022 നിലവിൽ വന്നതോടെയും ഇറ്റാവ മിഷനും മിഷന്റെ പ്രവർത്തനങ്ങൾക്കും പുതിയ മാനം കൈവന്നു. ഇന്ന് വിദ്യാഭ്യാസ ശുശ്രൂഷയോടൊപ്പം സാമൂഹിക സേവനത്തിലും ഇറ്റാവ മിഷൻ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഇപ്പോൾ 30-ലധികം വൈദികരും 40-ലധികം സമർപ്പിതരും ഇറ്റാവ രാജസ്ഥാൻ റീജനിൽ ശുശ്രൂഷ ചെയ്യുന്നു. ശംഷാബാദ് രൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യമാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ, ഇറ്റാവ രാജസ്ഥാൻ റീജന്റെ പ്രത്യേക ചുമതലയുള്ള ശംഷാബാദ് രൂപതയുടെ സഹായമെത്രാൻ അഭിവന്ദ്യമാർ തോമസ് പാടിയത്ത് എന്നീ പിതാക്കന്മാരുടെ നേതൃത്വത്തിലും ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ അഭിവന്ദ്യ മാർ തോമസ് തറയിൽ പിതാവിൻ്റെ അനുഗ്രഹത്തിലും ഇറ്റാവ രാജസ്ഥാൻ റീജൻ അതിൻ്റെ പ്രേക്ഷിത അജപാലന പ്രവർത്തനങ്ങളിൽ മുന്നേറുന്നു. അതിരൂപതയുടെ മുൻ മേലധ്യക്ഷന്മാരായിരുന്ന മാർ ജോസഫ് പകുവത്തിൽ, മാർ ജോസഫ് പെരുന്തോട്ടം എന്നീ പിതാക്കന്മാരെ നന്ദിയോടെ അനുസ്മരിക്കാം.